അച്ചു യെസ്, തിരക്കിലാണോ? കുറച്ച് തിരക്കിലാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഓർഡേഴ്സ് ഒക്കെ ഡിസ്പാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് പോയി അൺഫോർച്ചുനേറ്റ്ലി മഴ കാരണം കുറച്ച് പണിയായിപ്പോൾ. കാരണം എന്താ, പ്രിന്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാ കൊറിയറിൻ്റെ അഡ്രസ്സും ഇതാ ഫുള്ള് നമ്മൾ എഴുതി എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് ഇന്ന് ഡിസ്പാച്ച് ചെയ്യാനുള്ളതാണ്. ഇന്ന് കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് നമുക്ക് അയക്കാനായിട്ട്. ഇത് മിക്സഡ് കളക്ഷൻ ആണ് കേട്ടോ. നമ്മുടെ എപ്പോഴത്തെ പോലെ ഒരു സാരി മാത്രമല്ല, മിക്സഡ് സാരീസ് ആണ്. അതിനകത്ത് മൊഡാൽ സിൽക്ക് ഉണ്ട്, ബാന്തിനി ഉണ്ട്, ലിനൻ ഉണ്ട്, കോട്ടൺ സാരി ഉണ്ട്, എല്ലാം ഉണ്ട്. ചുങ്കിടി കോട്ടൺ സാരീസ് എല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു സംശയമാണ്, ഈ ഓൺലൈൻ ബിസിനസ് എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അത് ഇപ്പോൾ ആളുകളുടെ ഇടയിൽ എന്താണ് അതിനൊരു സ്വീകാര്യതയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ? ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് ഓഫ് കസ്റ്റമേഴ്സിന് ഇപ്പോഴും സത്യം പറഞ്ഞാൽ അറിയില്ല എന്താണ് ഓൺലൈൻ ബിസിനസ് എന്നുള്ളത്. എൻ്റെ അടുത്ത് ഇപ്പോൾ പേഴ്സണലി ഒരുപാട് പേര് ചോദിക്കാറില്ല, അശ്വതി എന്താ ജോലി, ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്. ഓൺലൈൻ ബിസിനസ്സോ, അതെന്താ? ഒരു ആൻറ്റി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ ഈ സാരിയൊക്കെ ഓരോ വീടുകളിലും കൊണ്ടു നടന്ന് കച്ചവടം ചെയ്യുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓൺലൈൻ ബിസിനസ്. അത് മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളുടെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓൺലൈനാണ്. നമുക്കൊരു ഫിസിക്കൽ സ്റ്റോറായിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സും വേൾഡ് വൈഡ് നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് പോസ്റ്റൽ ത്രൂവും അതർ കൊറിയർ സർവീസ് ത്രൂ ഒക്കെ നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ വീഡിയോസും റീൽസൊക്കെ കണ്ടിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യും. എന്നിട്ട് ആ ഓർഡേഴ്സ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സിൽ കൊറിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഓൺലൈനിലൊരു പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നമ്മളുടെ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ടായി, എന്തിൽ നിന്ന് സ്റ്റാർട്ടായി, എങ്ങനെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ, ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ടിപ്സൊക്കെ പറഞ്ഞുതരാം, നമ്മളുടെ ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത് കേട്ടോ. സാധാരണ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അതിൻ്റെ സീക്രട്ടൊന്നും പറഞ്ഞു കൊടുക്കില്ലല്ലോ. പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് ഇത് പറഞ്ഞത്? സീക്രട്ട് എന്നല്ല, നമ്മൾ കാരണം വേറൊരാൾക്കൊരു ഇൻകം വരിക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു നല്ലൊരു കാര്യമല്ലേ. ഇപ്പോൾ മിക്കവരും സ്ത്രീകൾ ഒരുപാട് ജോലിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ചിലപ്പോൾ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് ഡെയിലി മെസ്സേജ് ചെയ്യാറുണ്ട്, അശ്വതി എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്നത്, എന്തെങ്കിലും പറഞ്ഞു തരുമോ, അഡ്വൈസ് തരുമോ. അപ്പോൾ അതിനെ പേഴ്സണലി പറ്റുന്നവർക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതിൽ പറഞ്ഞു തരുന്നുണ്ട് ഒരു തെറ്റുമില്ല. എനിക്കത് പറഞ്ഞു തരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ കാരണം വേറൊരാൾ രക്ഷപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇതൊരു ഇന്റർവ്യൂ സെഷൻ പോലെ ആയിപ്പോയല്ലേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബിസിനസ് എങ്ങനെ തുടങ്ങിയെന്ന് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും.